കുട്ടികളുടെ അമിതവണ്ണം അഥവാ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു, ഇതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അനാരോഗ്യകരമായ രീതിയിൽ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഒബിസിറ്റി. ഇതിന് പ്രധാന കാരണം ഭക്ഷണം, ഉറക്കം, വ്യായാമത്തിന്റെ പ്രശ്നങ്ങളാണ്. ഭക്ഷണത്തിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ഭക്ഷണ ലഭ്യത കൂടി, ഹൈ കലോറി ഹൈ ഫാറ്റ് ഫുഡുകൾ കൂടി, പിന്നെ ഭക്ഷണത്തിനിടയിലുള്ള സ്നാക്സുകൾ, പാർട്ടികൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വെയിറ്റ് കൂടാൻ കാരണമാകുന്നത്. ഉറക്കം ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിന്റെ അളവ് കുറയുകയും ഗ്രലിൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം ഉത്തേജനാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അത് കാരണം അത് തുടർച്ചയായി അങ്ങനെ ഉറക്കത്തിന് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഒരു വെയിറ്റ് കൂടാനുള്ള കാരണമായി മാറുന്നു. പിന്നെ വേറൊന്ന് വ്യായാമം. പണ്ട് കാലത്തൊക്കെ സ്കൂളിലേക്ക് നടന്ന് കുട്ടികൾ പോകുമായിരുന്നു. അവിടെ കുറെ പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അവർ കളിക്കാനുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവും, അവർ കളിക്കും. അല്ലെങ്കിൽ പുറത്ത് വീട്ടിൽ വന്നാലും കളിക്കാനൊരു കളിക്കൂട്ടം, അയൽവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബത്തിലേക്കൊക്കെ മാറിയ സമയത്ത് ഈ കളികൾ കുറഞ്ഞു. അപ്പോൾ കുട്ടികളിൽ നമ്മൾ പറയാം, അമിതവണ്ണമുള്ള കുട്ടികൾ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കളിക്കാൻ തുടങ്ങുകയും പിന്നെ അതിനുശേഷം ഒരു 2 മണിക്കൂറിലേക്ക് വ്യായാമം ഏതെങ്കിലും രീതിയിൽ, സൈക്ലിങ് അല്ലെങ്കിൽ മറ്റു സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ മറ്റു ഓടിക്കളിക്കുന്ന ഏതെങ്കിലും രീതിയിലായിട്ടുള്ള ശരീരം അനങ്ങിക്കൊണ്ടുള്ള കളികൾ അത്യാവശ്യമാണ്. പിന്നെ ജനിതകപരമായി പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പാരമ്പര്യമാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കുകയല്ല വേണ്ടത്. അവർ കൂടുതൽ കൺസേൺ ചെയ്തുകൊണ്ട് ഭക്ഷണം